അപ്പോൾ നമ്മളുള്ളത് ട്രിവാൻഡ്രാണ്. ട്രിവാൻഡ്രം വിവാന്ത ഹോട്ടലിൽ ഐക്യുവിൻ്റെ Z9 സീരീസിൻ്റെ ഇവൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് എന്തായാലും ഫുഡ് മെയിൻ നമ്മളെ ബാക്കി നമ്മൾ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് പരിപാടികളെല്ലാം മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം. അതിന് നിങ്ങൾ എന്താക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പരിപാടി ആവും ഇങ്ങനെ കമൺ ഫോളോ മീ. ആദ്യം പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കൂടെയുള്ളവരുടെ ദർശനം നടത്തുന്ന പറഞ്ഞാണ് അങ്ങോട്ടേക്ക് പോയത്. നല്ല അടിപൊളി അമ്പലം കിട്ടുക, ഒരു രക്ഷയില്ല. നല്ല അമ്പലം, കുളം, മീന്, ഒരുപാട് നല്ല വൈബുകൾ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിവാന്ത ഹോട്ടലിലേക്കാണ് പോയത്. ഫയദ് ഫാസിനെ കല്യാണം കഴിഞ്ഞ ഹോട്ടലാണിത് കേട്ടോ, താജ് വിവാന്ത. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളോട് കൂടി സെറ്റ് ചെയ്ത ഹോട്ടലാണ്. ഒരു രക്ഷയില്ല, ഫോട്ടോ ഒക്കെ എടുക്കാൻ പൊളി സ്ഥലമായിരുന്നു കേട്ടോ. എന്നാ ഒരു സെറ്റപ്പാണ്, അറേഞ്ച്മെന്റും കാര്യങ്ങളും ഇന്ത്യയിലൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഐക്യു ക്ഷണിച്ചിട്ട് പോകാണ്ടിരിക്കലും മോശമില്ല, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് താഹ, നിഹാല്, അതുപോലെ തന്നെ ആദിത്യ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമായിരുന്നു. ട്രെയിൻ യാത്ര, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ തിരുവനന്തപുരം എത്തിയെന്ന് അറിയാൻ പറ്റിയില്ല. കുറേ കോമഡികളും കുറേ ഇതും അതും ഇതിലാക്കി പറഞ്ഞു അങ്ങ് എത്തി. ഏതായാലും പരിപാടി തുടങ്ങാൻ കുറച്ചും കൂടി സമയമുണ്ട്. രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് നടക്കുന്നത്. അവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്തെല്ലാമായിരിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ. ഏതായാലും ഇവർ ഒരു വിവോൻ്റെ ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അത് ഐക്യുവിൻ്റെ സ്റ്റിക്കറാണ് കൊടുത്തത്. അതുപോലെ തന്നെ നല്ല രാവിലെ തന്നെ പോകുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മൊഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി നേരെ നമ്മൾ ഇതിലേക്ക് പോയി. അത് എനിക്ക് കിട്ടിയത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും സംഭവം ഓക്കെയാണ്, പോയത് മുതലായിരുന്നു. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്സും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും വെൽക്കം ഡ്രിങ്ക്സ് കുറിച്ച് നേരെ ഹോളിലേക്ക് നീങ്ങി. പരിപാടിയുടെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അതിലാണ് താഹ ടെക്കി കേട്ടോ, വലിയ ബ്ലോഗറാണ്, 10-60 ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആദിത്യ, പിന്നെ മറ്റു അഭിനവ്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സ്പാർക്കിൾ ഡോട്ട് പണ്ടേ കിട്ടല്ല ഈ സാധനം കിട്ടാം. എൻ്റെ ചാനലിൻ്റെ പേര് അങ്ങനെയാണ്. എല്ലാവരും സെറ്റായി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ചിക്കൻ്റെ സ്നാക്സ്, അതുപോലെ തന്നെ വേറെ വെജിറ്റബിൾ സ്നാക്സ്, കുറച്ച് സോസ്, അതുപോലെ തന്നെ ടീ, കോഫി, ഈ നല്ല അടിപൊളി സാധനം കഴിച്ചു കൊടുക്കുന്ന സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ ഐറ്റംസ് ആണ്. പേരെന്തോ ബെറിനെ വിട്ടുപോയി പേര്. അവൻ ചോദിക്കുന്നത് ചെമ്മീൻ്റെ സാധനമാണോ ചോദിക്കുക. അപ്പോൾ ഞാൻ ചെമ്മീൻ്റെ റേറ്റ് കഴിച്ചു തന്നു. അവസാനം അവനെ എടുത്ത് മുക്കി കഴിക്കാൻ വേണ്ടി നോക്കി. ഭയങ്കര പേടി, തോടുള്ള ഭക്ഷണം കഴിക്കാൻ പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. എന്തായാലും ഒരുപാട് ആൾക്കാരുടെ ചായക്ക് വൻ ക്യൂ ആയിരുന്നു. നല്ല സ്നാക്സ്, ആ ബിസ്ക്കറ്റ് സ്പെഷ്യലി എടുത്ത് വേണ്ട സംഭവമാണ്. നല്ല അടിപൊളി ബിസ്ക്കറ്റ് കേട്ടോ. പിന്നെ Still, we are heading too much far ahead from the where we were earlier. So right now we have 4.3 ratings. നാളെ ലോഞ്ച് ആവും, 21 ലോഞ്ച് ആവും കേട്ടോ. സംഭവം നല്ല സെറ്റൊക്കെ അടിപൊളിയാണ്. ലൈറ്റ് വെയിറ്റ് സെറ്റാണ്, നല്ല രസമാണ്. ടെക്കി മറ്റു വീഡിയോ ബ്ലോഗർമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. എനിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതില്ല. നമ്മൾ നേരെ കിടക്കും. നമ്മൾ അടുത്ത ഒരുപാട് ഫോട്ടോസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഫോട്ടോ എടുത്തു. ഇഷ്ടംപോലെ ബ്ലോഗർമാരാണ്. 100K ഒക്കെ ഉള്ള ബ്ലോഗർമാരുണ്ട് കേട്ടോ അതിൽ. നമ്മൾ ചെറിയ ബ്ലോഗർ അത്രേ ഉള്ളൂ, വലിയ. പിന്നെ നമ്മളടുത്ത മെയിൻ സംഭവം ഫുഡിനുള്ള ക്യൂ ആണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് കേട്ടോ. എടുത്ത് പറയേണ്ട സംഭവങ്ങളിലാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മറ്റേ എല്ലാം ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഒരു ഇന്ത്യക്കാരുടെ ഐറ്റാണ്, നോർത്ത് ഇന്ത്യ. ഞാൻ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് വരുന്ന സാധനം ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കടായി ചിക്കൻ, അതുപോലെ തന്നെ വെജിറ്റബിൾ, ഫിഷ് ചില്ലി, അങ്ങനെ മറ്റു കാര്യങ്ങൾ, ഗുലാബ് ജാമു, കേക്ക്, ഒരുപാട് കണ്ടമാനം ഫുഡ്. എന്തൊക്കെയാണ് വേണ്ട എല്ലാം കഴിക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് 2 പൊറോട്ടയും ചെറിയ നാനും, അതുപോലെ തന്നെ ഫിഷിൻ്റെ അടുത്ത് നോക്കി. സ്പെഷ്യലി എന്താ പറയുക, ചിക്കൻ കടായി അടിപൊളിയായിരുന്നു. പക്ഷേ ഫിഷിൻ്റെ വലിയ രസം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ റൈത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ടയും മറ്റും ഞാനും ഒക്കെ അടിപൊളി. അതുപോലെ ഈ ഫ്രൈഡ് റൈസും നൈസായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. എന്നാലും ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഫുഡ് കേട്ടോ. അപ്പോൾ ഒരുപാട് മെനൂസ് ഉണ്ടായിരുന്നു. അതാണ് മെയിൻ. എങ്ങനെയാണ് പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടതെന്ന് ഐക്യുവിൻ്റെ ടീമിൽ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഉണ്ടായതുപോലെ ഉണ്ട്. കാരണം അത്രയും ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കുറച്ച് പാടാണ്. എന്തായാലും ഫുഡ് നല്ലോണം വയറടിച്ച് കഴിച്ചു. ഞാനും നിഹാലും താഹയും ആദിത്യനായാലും നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, മോശമില്ല സംഭവം. നല്ല രസമുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ ആയാലും. മറ്റേ റൈസും എന്നിട്ട് ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആലുവിൻ്റെ ഒരു ഐറ്റം ഒന്നും കഴിച്ചിട്ടില്ല. കുറേ ആൾക്കാർ കഴിച്ച അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും നിഹാലും സെയിം തന്നെയാണ് കഴിച്ചത്. ചിക്കൻ ഇതൊക്കെ. ഫിഷ് എന്തോ ഒരു അയക്കൂറയായിരുന്നു, അയക്കൂറ ചില്ലി, അതാണ്. പക്ഷെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് അയക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല.
താഹയും നന്നായിട്ട് ഫുഡ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ച് താഹയാണ് തോന്നുന്നു. താഹ എന്തായാലും ഫുഡ് കഴിക്കണം, കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് രാത്രിയുടെ ഉറക്കമിട്ടാണ് പല വ്ളോഗുകളും ചെയ്യുന്നത്. അതിൻ്റെ കഷ്ടപ്പാട് വളരെ വലുതാണ്. നമ്മളെ സിമ്പിളായി എഡിറ്റ് ചെയ്ത സാധനങ്ങൾ, പക്ഷേ ഓൺലൈൻ മറ്റേ പ്രൊഫഷണലായിട്ട് ഇതായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ജീവൻ ഫുഡ് നന്നായിട്ട് കഴിച്ച് നന്ന ഫുഡെന്ന് പറയുന്നത്. ലാസ്റ്റ് ഐസ്ക്രീമാണ് ഇവരുടെ മെയിൻ. അപ്പോൾ ഞാൻ പൊതുവേ കഴിക്കാത്തതാണ്, പക്ഷേ ഒരു ഗുലാബ് ജാം എടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗുലാബ് ജാം. അതുപോലെ തന്നെ ഐസ്ക്രീം കുറച്ച് കഴിച്ച ഗുലാബ് ജാം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്, കാരണം നല്ല ടേസ്റ്റ്, അടിപൊളി ഗുലാബ് ജാം. അവസാനം ഒരു സൂപ്പും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങാൻ നോക്കുമ്പോൾ പറഞ്ഞ് പരിപാടിയും തീർന്നിട്ടില്ല മക്കളെ, കുറച്ചും കൂടി സാധനം ബാക്കിയിട്ട്. അതുപോലെ തന്നെ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഒരു സമൂസ, മൂന്നും അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ആ ഒരു സ്നാക്സ് നല്ല ചായ, ഈ സ്നാക്സിന് നല്ല രസമുണ്ടായിരുന്നു.